നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനം വഴുതിപ്പോയതോടെ കെ.സി. വേണുഗോപാലിന് ലഭിക്കുന്ന നഷ്ടപരിഹാരം എന്തായിരിക്കും? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത്. ഹൈക്കമാൻഡിനും കെ.സി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയായിരുന്നു താല്പര്യം. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നേരത്തെ തന്നെ നീക്കിയിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് തന്നെ നമ്മളത് കണ്ടതാണ്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നു. സ്ഥാനാർത്ഥികളെ ഒട്ടനവധി സമയം എടുത്താണ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ കേരള നേതൃത്വവുമൊക്കെ തീരുമാനിച്ചത്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരോടൊപ്പമുള്ള സ്ഥാനാർത്ഥികൾക്കാണ് മുൻതൂക്കം ലഭിക്കുക എന്ന് അന്ന് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ്. അതിൽ നിസ്സംശയം പറയാം, അന്ന് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കെ.സി. നിർദ്ദേശിച്ച ആളുകളുടെ ഭാഗത്തേക്കാണ് പോയത്. അന്ന് തന്നെ വി.ഡി. സതീശനും അതുപോലെ തന്നെ മറ്റ് രമേശ് ചെന്നിത്തലയും എല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കുള്ള മോഹം ഉപേക്ഷിച്ചതാണ്. അതായത് കെ.സി. വേണുഗോപാൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ അപ്രമാദിത്വമായി വരുന്നത്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് പിന്തുണ കൊടുക്കുന്ന എം.എൽ.എമാരായിരിക്കും വിജയിച്ചു വരിക. മാത്രമല്ല, ഇത്രയധികം സീറ്റ് 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നും ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നെല്ലാവരും വിചാരിച്ചതാണ്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. വി.ഡി. സതീശന് മുൻതൂക്കം ലഭിക്കുന്ന സാഹചര്യം, എം.എൽ.എമാരുടെ പിന്തുണ എന്നതിനപ്പുറം ജനഹിതം കൂടി പരിശോധിക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതമാകും. അങ്ങനെ നിർബന്ധിതമായ ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാൽ എന്ന പേര് വെട്ടിമാറ്റി അത് വി.ഡി. സതീശനിലേക്ക് പോകുമ്പോൾ പകരം കെ.സി. വേണുഗോപാലിന് എന്താണ് ലഭിക്കുന്നത് എന്നത് വളരെ പ്രശസ്തമായ ഒരു കാര്യമാണ്. അത് എന്ത് ലഭിച്ചിട്ടുണ്ട്, എന്തായിരുന്നു അത് പാക്കേജ്, ഫോർമുല എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് AICC അധ്യക്ഷ സ്ഥാനം കെ.സി. വേണുഗോപാലിന് ലഭിക്കുമോ എന്നതാണ്. അതായത് കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ 7-8 വർഷമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം AICC തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ ലോബിക്ക് ആ ഒരു സ്ഥാനത്തിൽ കണ്ണുണ്ട്. ഈ വർഷത്തോടുകൂടി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങുമെന്നും AICC ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം അത് പാർട്ടിയിലെ മറ്റ് പല സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള മറ്റ് പല നേതാക്കന്മാർക്കും ലഭിക്കുമെന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ കെ.സി. വേണുഗോപാൽ അവിടെ നിന്നും മാറുന്നില്ല, മുഖ്യമന്ത്രിയായി പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ നടന്ന ചർച്ചകളിൽ തീർച്ചയായും കെ.സിക്ക് എന്ത് കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ കണ്ടതെന്തിന്? അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി നടന്ന ചർച്ച അത് തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെയായിരിക്കും. പക്ഷെ അതിനു മുമ്പ് രാവിലെ കെ.സി. വേണുഗോപാലിനെ ദീർഘനേരം ഏതാണ്ട് 1 മണിക്കൂറിലധികം രാഹുൽ ഗാന്ധി കണ്ട് സംസാരിച്ചു. ഇതെന്തിനു വേണ്ടിയായിരിക്കും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത പോകുന്നത് അത് കെ.സി. വേണുഗോപാലിൻ്റെ പകരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം കെ.സി. വേണുഗോപാലിന് എന്ത് നൽകാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് കെ.സി. വേണുഗോപാലിന് വേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കാം. അത് AICC അധ്യക്ഷ സ്ഥാനം തന്നെയാണ് എന്ന സൂചനകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ AICC അധ്യക്ഷ സ്ഥാനം കെ.സി. വേണുഗോപാലിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ് അങ്ങനെ ഒരു നീക്കത്തിന്. കാരണം മല്ലികാർജുൻ ഖാർഗെ തന്നെ AICC അധ്യക്ഷനായി വരുന്നത് എത്ര സമയമെടുത്തിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. പാർട്ടി അധ്യക്ഷനെ ദീർഘകാലം പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കട്ടെ എന്ന ഒരു രീതിയിലായിരുന്നു പിന്നീട് ഈ AICC അധ്യക്ഷൻ എന്ന നിലയിലേക്ക് പോയത്. സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ഓരോ സംസ്ഥാനത്തും നടന്നു. അതിനുശേഷം AICC പ്രസിഡന്റ് എന്ന സ്ഥലത്തേക്ക് മത്സരം പോലും നടന്നു. ആ മത്സരത്തിൽ ശശി തരൂർ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടി മല്ലികാർജുൻ ഖാർഗെ മത്സരിക്കുന്നു. പക്ഷേ ശശി തരൂരിന് തരക്കേടില്ലാത്ത വോട്ട് ലഭിക്കുന്നു. എങ്കിൽ പോലും മല്ലികാർജുൻ ഖാർഗെ ജയിച്ചു വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. കാരണം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്രയധികം നടപടിക്രമങ്ങളുണ്ട്, ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്. ഒരു സമവായ ശ്രമം ഉണ്ടാക്കിയെടുക്കുക പ്രയാസമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നതിനേക്കാൾ കടുപ്പമാണ് AICC അധ്യക്ഷ സ്ഥാനം ലഭിക്കുക എന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഉറ്റ തോഴനായ ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ കെ.സി. വേണുഗോപാലിന് ഈ AICC
AICC അധ്യക്ഷ സ്ഥാനം എന്നത് കിട്ടുക ഒരല്പകാലത്തേക്കാണെങ്കിൽ പോലും അത് കിട്ടുക പ്രയാസമാവില്ല എന്നും വിലയിരുത്തുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് KC വേണുഗോപാൽ നടത്തിയത്. മാസങ്ങൾ നീണ്ട പ്ലാനിംഗ് ആയിരുന്നു. പക്ഷേ അതെല്ലാം പാളിപ്പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം അതിജീവിക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദം നഷ്ടമാകുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഏതാണ്ട് അതോളം അല്ലെങ്കിൽ അത്രത്തോളം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം KC വേണുഗോപാലിലേക്ക് ഉടൻ എത്തും. അതായത് ഒരു വർഷത്തിനുള്ളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. അതിൽ ഒന്ന് ഈ AICC അധ്യക്ഷ സ്ഥാനവുമാകാം എന്ന് ഒരു വിഭാഗം വിലയിരുത്തുന്നു. നേരത്തെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം, അതായത് മുഖ്യമന്ത്രി ആര് എന്ന പേര് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് അദ്ദേഹം ഇന്ന് ഈ ഒരു പ്രഖ്യാപനം വരുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിരുന്നു. ഒട്ടനവധി പാർട്ടി MLA-മാർക്കൊപ്പമാണ് അദ്ദേഹം വസതിയിലുണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ടെലഫോൺ രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്നു. ദീർഘനേരം രാഹുൽ ഗാന്ധിയുമായി രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം VD സതീശനിലേക്ക് വരുന്നത്. ആ ഫലപ്രഖ്യാപനം വന്നയുടൻ രമേശ് ചെന്നിത്തല ഈ വസതിയുടെ പിൻവാതിലിലൂടെ അദ്ദേഹം ഹരിപ്പാട്ടെ സ്വന്തം വസതിയിലേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അതൃപ്തിയുടെ സൂചന തന്നെയാണ്. കാരണം രമേശ് ചെന്നിത്തല അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രി പദം പാർട്ടി തനിക്ക് തന്നെ നൽകുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ താൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ താൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ച് രമേശ് മടങ്ങി എന്നാണ് സൂചന. അവസാനം വരെ പ്രതീക്ഷ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന നേതാവ്, മുൻ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയ്ക്ക് സീനിയോറിറ്റി ഉണ്ട്. ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ആ സീനിയോറിറ്റി പരിഗണിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല വിചാരിച്ചത്. പക്ഷേ ഹൈക്കമാൻഡ് അത് പരിഗണിച്ചില്ല. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഹൈക്കമാൻഡ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ സീനിയോറിറ്റി പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് രമേശ് ചെന്നിത്തല സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത് എന്നും സൂചനയുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി തഴയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞേക്കും.